ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സൂപ്പർ കൺമണി സീരിയലിൻ്റെ ലേറ്റസ്റ്റ് എപ്പിസോഡ് റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ വരുണിൻ്റെ അച്ഛനും കൂടിയിട്ട് സാഗറിനെ കാണാൻ വേണ്ടിയിട്ട് കൃഷിൻ്റെ വീട്ടിലേക്ക് വരികയാണ്. എന്നാൽ അവിടെ ആൻറ്റിയമ്മയെയും മാനസയെയുമാണ് അവർ കാണുന്നത്. മാനസ അവരോട് പറയുന്നുണ്ട്, സാഗർ അങ്കിൾ ഇവിടെ ഇല്ല, ജർമ്മനിയിലേക്ക് പോയിരിക്കുകയാണ് എന്ന് പറയുമ്പോൾ ആൻറ്റിയമ്മ ചോദിക്കുകയാണ്, എന്താ കാര്യം, എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ എന്നോട് പറ എന്ന് പറയുമ്പോൾ വരുൺ പറയാണ്, നാളെയാണ് എൻ്റെയും കൺമണിയുടെയും വിവാഹം, നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാവും എന്ന് പറഞ്ഞുകൊണ്ട് വരുണിന്റെ അച്ഛനോട് ബാക്കി അച്ഛൻ പറ എന്ന് പറഞ്ഞുകൊണ്ട് വരുണിന്റെ അച്ഛൻ ആൻറ്റിയമ്മയോടും മാനസിയോടും പറയുകയാണ്, എൻ്റെ മോൻ നാളത്തെ ആ മുഹൂർത്തത്തിന് വേണ്ടിയിട്ട് എത്ര ദിവസമായി കാത്തിരിക്കുന്നതെന്നോ പറയുന്നത് കൊണ്ടൊന്നും തോന്നരുത്. എൻ്റെ മകൻ കെട്ടാൻ പോകുന്ന കൺമണിയുടെ പിന്നാലെ ഇവിടുത്തെ കൃഷി നടക്കുന്നുണ്ട്. എൻ്റെ മോനെ വരുണിനെ ഈ കൃഷി എത്ര പ്രാവശ്യം തല്ലി ചതച്ചിട്ടുണ്ടെന്നോ വധഭീഷണി വരെ നടത്തിയിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ പേടിച്ചിട്ട് പോലീസ് പ്രൊട്ടക്ഷൻ വെച്ചിരിക്കുകയാണ്. കൺമണിയുടെ വീട്ടിലും പോലീസ് പ്രൊട്ടക്ഷൻ ഉണ്ട്. നാളെ കല്യാണം കഴിയുന്നത് വരെ പോലീസുകാരുണ്ടാവും. മാത്രമല്ല ഇന്ന് കൃഷി വീണ്ടും വരുണിനെ കാണാൻ വേണ്ടി വന്നിരുന്നു. എന്നിട്ട് കരഞ്ഞ് കാല് പിടിക്കുന്നത് പോലെയൊക്കെയാണ് സംസാരിച്ചത്. ഇന്ന് വഴക്കിനും ബഹളത്തിനും ഒന്നും നിന്നില്ല. എനിക്ക് കൺമണിയെ വിട്ടുതരണം, എനിക്ക് അവളില്ലാതെ ജീവിക്കാൻ പറ്റില്ല, ഞാൻ നിനക്ക് വേണമെങ്കിൽ എത്ര ക്യാഷ് വേണമെങ്കിലും തരാമെന്നൊക്കെ പറഞ്ഞിട്ട് വരുണിന് ബ്ലാങ്ക് ചെക്ക് കൊടുത്തു. എൻ്റെ മോൻ അത് അപ്പം തന്നെ കീറിക്കളഞ്ഞു. എൻ്റെ മോൻ വരുൺ കൺമണിക്ക് വേണ്ടി ആറ്റുനോറ്റിരിക്കുകയാണ്. ഇവൻ എങ്ങനെ അവളെ വിട്ടുകൊടുക്കാൻ പറ്റും എന്ന് പറയുമ്പോൾ വരുൺ പറയാണ്, കൺമണിയെ എനിക്ക് വിട്ടുകൊടുക്കാൻ പറ്റില്ല, കാരണം എനിക്ക് കൺമണിയെ അത്രയ്ക്കും ഇഷ്ടമാണ് എന്ന് പറയുകയാണ്. അപ്പോൾ വരുണിന്റെ അച്ഛൻ മാനസിയോട് പറയാണ്, മേഡം നിങ്ങൾക്കെങ്കിലും കൃഷിനോടൊന്ന് പറഞ്ഞൂടെ, നിങ്ങൾ തമ്മിലുള്ള എൻഗേജ്മെന്റ് കഴിഞ്ഞതല്ലേ, എന്നിട്ടും വേറൊരു പെണ്ണിന്റെ പിന്നാലെ പോകുന്നത് നിങ്ങൾക്ക് തടഞ്ഞൂടെ എന്നൊക്കെ വരുണിന്റെ അച്ഛൻ പറയുമ്പോൾ മാനസ പറയാണ്, കൃഷല്ല കൺമണിയുടെ പിന്നാലെ പോയത്, കൺമണിയാണ് കൃഷിന്റെ പിന്നാലെ വരുന്നത് എന്ന് പറയുമ്പോൾ വരുൺ പറയാണ്, അങ്ങനെയല്ല, കൃഷിയാണ് ഇതിനെല്ലാം കാരണം എന്ന് പറയുന്നു. അപ്പോൾ ആൻറ്റിയമ്മ പറയാണ്, ശരി അത് വിട്, ഇനി ഒരു പ്രശ്നം വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് ആൻറ്റിയമ്മ വരുണിനോട് പറയാണ്, വരുൺ നമ്മൾ രണ്ടു കൂട്ടരും ഇപ്പോൾ ഒരു നിർണായക ഘട്ടത്തിലാണ്. കൺമണിയെ വരുൺ തന്നെ വിവാഹം കഴിക്കണം, അതിൽ ഇനി ഒരു മാറ്റവും ഉണ്ടാവരുത് എന്ന് പറയുന്ന സമയത്ത് മനസ്സ് പറയുകയാണ്, അതിനു വേണ്ടിയിട്ട് ഞങ്ങൾ എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് ചെയ്യാം, ഞങ്ങളുടെ എല്ലാ സപ്പോർട്ടും നിങ്ങളുടെ കൂടെ ഉണ്ടാവും എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ആൻറ്റിയമ്മ വരുണിനോടും വരുണിന്റെ അച്ഛനോടും പറയുകയാണ്, ധൈര്യമായിട്ടിരിക്കുക, നിങ്ങൾ പോലീസ് ഫോഴ്സൊക്കെ ഉണ്ടല്ലോ, പിന്നെ ഞങ്ങളുടെ സഹായവും നിങ്ങൾക്കുണ്ടാവും എന്ന് പറയുമ്പോൾ വരുണിന്റെ അച്ഛൻ പറയുകയാണ്, പോലീസുകാരുണ്ട്, എന്തെങ്കിലും പ്രശ്നമുണ്ടായി കഴിഞ്ഞാൽ കൃഷിനെ പോലീസ് അറസ്റ്റ് ചെയ്യും, പിന്നെ ഞങ്ങളെ പറഞ്ഞിട്ടൊന്നും കാര്യമില്ല എന്ന് പറയുമ്പോൾ മാനസ പറയുകയാണ്, വരുൺ എന്തായാലും നാളെ കൺമണിയെ വിവാഹം ചെയ്യണം, അതിനുശേഷം നിങ്ങൾ ഇവിടുന്ന് കുറച്ച് മാറി നിൽക്ക്, അപ്പോഴേക്കും പ്രശ്നങ്ങളെല്ലാം തണുക്കുമെന്ന് പറയുന്നു. ഇതെല്ലാം കേട്ടുകൊണ്ട് വരുണിന്റെ അച്ഛൻ പറയാണ്, നിങ്ങളൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ഞങ്ങൾക്ക് കുറച്ച് ആശ്വാസമുണ്ട്, ഇപ്പോൾ ഞങ്ങൾ എന്തായാലും പോവുകയാണ് എന്ന് പറഞ്ഞിട്ട് വരുണിന്റെ അച്ഛനും കൂടി പോവുകയാണ്. ഇത് പോയതിനു ശേഷം മാനസ ആൻറ്റിയമ്മയോട് പറയുകയാണ്, എനിക്ക് എന്നോട് തന്നെ പുച്ഛം തോന്നുന്നു, ഇവര് ഓരോ കാര്യങ്ങളും പറയുമ്പോഴും എങ്ങനെയെങ്കിലും ഭൂമി പിളർന്ന് പാതാളത്തേക്ക് പോയാൽ മതിയായിരുന്നു എന്നായിരുന്നു എൻ്റെ അവസ്ഥ. ഇത്രയും അപമാനം സഹിച്ചിട്ട് എന്തിനാണ് ഞാൻ ഇങ്ങനെ ഒരുത്തനെ കെട്ടുന്നത്? ആ കൺമണി അവൾ ആരാ? മാനത്തുനിന്ന് പൊട്ടി വീണതാണോ? കമ്പനി MD അവിടുത്തെ സ്റ്റാഫിനെ പ്രണയിക്കുന്നു, ആ സ്റ്റാഫിന്റെ പിന്നാലെ വാലാട്ടി നടക്കുന്നു, ബ്ലാങ്ക് ചെക്ക് കൊടുക്കുന്നു, അവൾക്ക് വേണമെങ്കിൽ കൃഷി ആ അലിക തന്നെ എഴുതി കൊടുക്കുമെന്ന് പറയുമ്പോൾ മാനസയോട് ചോദിക്കുകയാണ്, നീ എന്താപ്പോ കൃഷിനെ വേണ്ടെന്ന് വെക്കാണോ ചോദിക്കുമ്പോൾ മാനസ പറയുകയാണ്, വേണ്ടെന്ന് വെക്കാനോ, ഇനി എന്തായാലും ഞാൻ കൃഷിനെ തന്നെ വിവാഹം ചെയ്യൂ, ഞാൻ കൃഷിനെ എന്തായാലും നേടും, കൺമണിക്ക് ഒരിക്കലും ഞാൻ കൃഷിനെ വിട്ടുകൊടുക്കില്ല എന്ന് പറയുമ്പോൾ ആൻറ്റിയമ്മ പറയുകയാണ്, അങ്ങനെ തന്നെ വേണം, അവളെ നമുക്കൊരു പാഠം പഠിക്കണം, എന്തായാലും എനിക്ക് അവളോടൊന്ന് സംസാരിക്കണം, നീ വായു എന്ന് പറഞ്ഞിട്ട് മാനസിയെ വിളിച്ച് ഉള്ളിലേക്ക് പോവുകയാണ്. അതിനുശേഷം മാനസിയുടെ ഫോണിൽ നിന്ന് കൺമണിയെ വിളിക്കുകയാണ്. ഫോൺ റിങ് ചെയ്യുന്നതും മാനസിയുടെ കയ്യിൽ നിന്ന് ആൻറ്റിയമ്മ ഫോൺ വാങ്ങിക്കുകയാണ്. കൺമണി ഫോൺ എടുക്കുന്ന സമയത്ത് ആൻറ്റിയമ്മ പറയുകയാണ്, ഞാൻ ആൻറ്റിയമ്മയാണടി, ഞാൻ സംസാരിച്ചു തീരാതെ നീ ഒരിക്കലും ഫോൺ കട്ട് ചെയ്യരുത്, അങ്ങനെ എന്തെങ്കിലും ചെയ്താൽ ഞാൻ പിന്നെ ബാക്കിയുള്ളത് നിന്റെ വീട്ടിൽ വന്നിട്ടായിരിക്കും സംസാരിക്കുന്നത് എന്ന് ആൻറ്റിയമ്മ പറയുമ്പോൾ കൺമണി പറയാണ്,
ആൻറ്റിയമ്മ പറഞ്ഞോളൂ എന്ന് പറയുമ്പോൾ ആൻറ്റിയമ്മ കൺമണിയോട് പറയാണ്, ഒരു പെണ്ണിന്റെ ശാപം പെണ്ണ് തന്നെയാണ്. എൻ്റെ മാനസമോളെ നീ തകർത്ത് കളഞ്ഞില്ലടി. ലോകത്തെ കുറെ കള്ളികളെ ഞാൻ കണ്ടിട്ടുണ്ട്, പക്ഷെ നിന്നെ പോലെ ഒരു പെരുങ്കള്ളിയെ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. ഇലവിള്ള ചമഞ്ഞിട്ടല്ലേ നീ ഞങ്ങളുടെ വീട്ടിലേക്ക് കയറി പറ്റിയത്. കുടുംബത്തിലെ ഓരോരുത്തരുടെയും ദൗർബല്യം നീ കണ്ടുപഠിച്ചു. അവരോടൊക്കെ എങ്ങനെ പെരുമാറണമെന്ന് നിനക്ക് നല്ലപോലെ അറിയാമായിരുന്നു. ഞങ്ങളാണ് വിഡ്ഢികളായത്. ഞങ്ങൾക്ക് മനസ്സിലായില്ല നീ കൃഷിന്റെ മനസ്സിൽ കയറിപ്പറ്റാനാണ് വന്നതെന്ന്. ലിഗയിലെ MD തന്നെ നീ വല വീശി. എന്തോരു അഭിനയമാണ് നീ അഭിനയിക്കാൻ പോവടി. നിനക്കൊരു അവാർഡ് തന്നെ കിട്ടും. മാനസികമായിട്ട് എൻഗേജ്മെന്റ് നടത്താൻ നിനക്ക് എന്തോരു ഉത്സാഹമായിരുന്നു. അതോടെ ഞങ്ങളാണെങ്കിൽ നിന്നെ ജാൻസി റാണി ആയിട്ടാണ് വാഴ്ത്തിയത്. നിന്റെ മുന്നിൽ വെച്ചിട്ടല്ലേ കൃഷ് മാനസിയുടെ വിരലിൽ മോതിരം അണിയിച്ചത്. നീയെ മാനസിയുടെ തോഴിയായിട്ട് തന്നെ നിൽക്കുകയായിരുന്നില്ലേ. ഇപ്പോഴാണ് മനസ്സിലായത് കൂടെ നിൽക്കുമ്പോഴല്ലേ കുഴി ചാടിക്കാൻ പറ്റൂ. നീ നോക്കിക്കോ, മാനസിയുടെ കണ്ണീരിൽ നീ വെന്ത് ചാരമായി പോവും. നീ മാത്രമല്ല നിന്റെ 7 തലമുറ വരെ ചാരമായി പോവും എന്നൊക്കെ പറയുമ്പോൾ മാനസിക്ക് ദേഷ്യം വന്നിട്ട് മാനസ ഫോൺ വാങ്ങിച്ചിട്ട് കൺമണിയോട് പറയാണ്, എടി ഇത് ഞാനാണ് മാനസ. നീ ഇനി തപസ്സിരുന്നാലും ശരി കൃഷിനെ നിനക്ക് ഒരിക്കലും കിട്ടില്ല. എന്നെ കെട്ടാൻ പോകുന്ന ഒരുത്തനെ പ്രലോഭിപ്പിച്ച് നീ സ്വന്തമാക്കാൻ നോക്കാമെന്ന് വിചാരിക്കണ്ട. അത് നടക്കില്ലടി. കൃഷി എന്റേതാണ്. ഞാൻ ഈ ഭൂമിയിൽ ജനിച്ചത് കൃഷിന്റെ ഭാര്യയാവാൻ വേണ്ടിയിട്ടാണ്. അതെന്തായാലും ഞാൻ സാധിച്ചിരിക്കും. ഇനി നിനക്ക് കിട്ടാൻ പോകുന്ന തിരിച്ചടി എത്ര ഭീകരമായിരിക്കുമെന്ന് നീയെ കണ്ടോ കൺമണി. ആ തിരിച്ചടി കിട്ടാൻ പോകുന്നത് നിനക്ക് കൃഷിയിൽ നിന്ന് തന്നെയായിരിക്കും. കൃഷി നിന്റെ എല്ലാ കള്ളത്തരങ്ങളും പൊളിച്ചെടുക്കും. ഇന്നത്തോടെ നിന്റെ അവസാനമാണ്. നീ തീർന്നു. നീയും ഞാനുമായിട്ടുള്ള യുദ്ധം ഇതാ ഇവിടെ തുടങ്ങാൻ പോവുകയാണ്. ഇതിൽ ഞാൻ തന്നെയായിരിക്കും വിജയിക്കാൻ പോകുന്നത്. നിന്നെ ഞാൻ തോൽപ്പിക്കും, നിന്റെ കഴുത്തറക്കും. എന്നിട്ട് കൃഷിന്റെ കൈകൊണ്ട് എന്റെ കഴുത്തിൽ ഞാൻ മാലയിടിയിക്കും. നിന്റെ കൗണ്ട് ഡൗൺ തുടങ്ങി കഴിഞ്ഞു. നീ എല്ലാം ഓർത്തു വെച്ചോ. നിനക്ക് നിന്റെ ജീവൻ വേണമെങ്കിൽ നീ എവിടേക്കെങ്കിലും ഓടി രക്ഷപ്പെട്ടോ. ഇനിയും കൃഷ് സാർ എന്ന് പറഞ്ഞിട്ട് വന്നാലുണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട് മാനസ ഫോൺ കട്ട് ചെയ്യുകയാണ്. ഇതെല്ലാം കേട്ടു നിന്ന കൺമണിയാണെങ്കിൽ ആകെ സങ്കടപ്പെട്ടു നിൽക്കുകയാണ്. അതിനുശേഷം കൃഷ് ഉണ്ടായ സംഭവങ്ങളെല്ലാം മഹിയോട് തുറന്നു പറയുകയാണ്. മഹി അപ്പോൾ കൃഷിനോട് ചോദിക്കുകയാണ്, ഇനി എന്താണ് നിന്റെ പ്ലാൻ? ഇങ്ങനെ ഒന്നും മിണ്ടാതെ നീ ബ്ലാങ്കായി നിൽക്കരുത് എന്ന് മഹി പറയുമ്പോൾ കൃഷി മഹിയോട് പറയാണ്, നീ പറഞ്ഞത് ശരി തന്നെയാണ്. എൻ്റെ മനസ്സിപ്പോൾ ബ്ലാങ്കാണ്. എൻ്റെ മനസ്സിലിപ്പോൾ ഒന്നും തന്നെ തെളിഞ്ഞു വരുന്നില്ല എന്ന് പറയുമ്പോൾ മഹി പറയുകയാണ്, കൺമണി എന്തായാലും അവളുടെ അച്ഛനെ ഒറ്റയ്ക്കാക്കിയിട്ട് വരില്ല. അപ്പോൾ പിന്നെ ഇനി നിനക്ക് അവളെ കിട്ടില്ലെന്നാണോ അതോ ഇനി നിനക്ക് അവളെ വേണ്ടെന്നാണോ എന്ന് ചോദിക്കുമ്പോൾ കൃഷി പറയാണ്, ഞാൻ പറഞ്ഞില്ലേ മഹി, ഞാനാകെ ഡിസ്റ്റർബാണ്. ഞാൻ എന്തെങ്കിലും പ്രശ്നമുണ്ടാക്കി അവളെ ഇറക്കിക്കൊണ്ട് വന്നാൽ പിന്നെ അവളുടെ അച്ഛൻ എന്തെങ്കിലും സംഭവിച്ചു പോയാൽ എല്ലാം തെറ്റായി പോവില്ലേ. അവളുടെ അച്ഛൻ എന്തെങ്കിലും സംഭവിക്കുമോ എന്നാണ് അവളുടെ ഏറ്റവും വലിയ പേടി. അല്ലെങ്കിൽ ഞാൻ ആ വരുണിനെ ചവിട്ടി കൂട്ടിയേനെ എന്ന് പറയുമ്പോൾ മഹി ചോദിക്കുകയാണ്, ഡാ നീ അതിനുശേഷം കൺമണിയെ വിളിക്ക് കാണുകയോ ചെയ്തിരുന്നോ എന്ന് ചോദിക്കുമ്പോൾ കൃഷി പറയുകയാണ്, ഇല്ലടാ, അവള് പറയാൻ പോകുന്ന ഉത്തരം എന്തെന്ന് എനിക്ക് ഊഹിച്ചെടുക്കാം. അതൊന്നും കേൾക്കാനുള്ള മാനസികാവസ്ഥയിലല്ല ഇപ്പോൾ ഞാൻ. എനിക്ക് എങ്ങനെയെങ്കിലും അവളെ ആ കുരുക്കിൽ നിന്ന് രക്ഷപ്പെടുത്തണമെടാ. ഞാൻ അവളെ ഒരിക്കലും വിട്ടുകളയില്ല. കൺമണി ഇല്ലാതെ എനിക്ക് ജീവിക്കാൻ പറ്റില്ല. എനിക്ക് കൺമണിയെ വേണമെന്ന് കൃഷി പറയുമ്പോൾ മഹി പറയാണ്, എന്തായാലും നീ അവളെ ഒന്ന് നേരിട്ട് കാണ് എന്ന് പറയാണ്. കൃഷ്ണനും അപ്പോൾ അത് നല്ലൊരു വഴിയാണെന്ന് തോന്നുന്നു. അതിനുശേഷം അമ്മായിമാര് 3 പേരും കൂടി സംസാരിക്കുകയാണ്. നാളെയാണ് ആ യുദ്ധം നടക്കാൻ പോകുന്നത്. അതിന്റെ അവസാനം എന്താവും സംഭവിക്കുക എന്നത് നമുക്കറിയില്ല. നാളെ ഇവിടെ നായികയ്ക്ക് വേണ്ടിയിട്ട് ഒരു ചോരക്കളി തന്നെയായിരിക്കും നടക്കാൻ പോകുന്നത്. കൃഷ് സാറിനും വരുണിനും തണ്ടും തടിയൊക്കെ ഉണ്ടെങ്കിലും ഇവിടെ ബുദ്ധിയാണ് വേണ്ടത്. അതും വെറു ബുദ്ധിയല്ല, കളഞ്ഞ ബുദ്ധിയാണ് വേണ്ടത്. എന്തായാലും നമുക്ക് നാണയം വെച്ച് ഒന്ന് ടോസ് ഇട്ട് നോക്കിയാലോ. ആർക്കായിരിക്കും കൺമണിയെ കിട്ടുക എന്ന് നമുക്കൊന്ന് ഗസ് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് അമ്മായിമാര് നാണയം വെച്ച് ടോസ് ഇടുകയാണ്. എന്നിട്ട് അവര് പറയുന്നുണ്ട്, തല വന്നാൽ കൃഷ് സാറിനായിരിക്കും കൺമണിയെ കിട്ടുക, വാലാണെങ്കിൽ സൈക്കോ വരുണും എന്ന് പറഞ്ഞിട്ട് അവര് നാണയം ഇട്ട് നോക്കുകയാണ്. എന്നാൽ ടോസിൽ ജയിക്കുന്നത് സൈക്കോ വരുണായിരിക്കും. അമ്മായിമാരെല്ലാരും ആകെ ഷോക്കാവുന്നുണ്ട്. അതിനുശേഷം ഗോകുൽ ഉറങ്ങുന്ന സമയത്ത് ധനലക്ഷ്മി പോയിട്ട് ഗോകുലിന് ബ്ലാങ്കറ്റൊക്കെ പുതച്ചു കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ധനലക്ഷ്മി മനോജിനോട് സംസാരിക്കുകയാണ്. മനോജേട്ടൻ ഇതെന്താ ആലോചിക്കുന്നേ? കൺമണിയുടെ വിവാഹ കാര്യമാണോ? മനോജേട്ടൻ
പേടിക്കണ്ട, വരുണുമായിട്ടുള്ള വിവാഹം എന്തായാലും നടക്കും. കൃഷി വിചാരിച്ചത് അവനാണ് വലിയ ഹീറോ എന്നാണ്. എന്നാൽ അവനൊരു സഹനടനു പോലുമല്ല. ഇവിടെ നമ്മുടെ നായകൻ വരുണാണ്. തുടക്കത്തിൽ വന്ന് അട്ടഹാസങ്ങളും കോലാഹലങ്ങളും നടത്തുന്നവനല്ല നായകൻ. അവസാനം നായികയെ ആർക്ക് കിട്ടുന്നോ അവനാണ് നായകൻ. ആ നായകൻ നമ്മുടെ വരുൺ തന്നെയാണെന്ന് പറയുമ്പോൾ ഗോകുല് പെട്ടെന്ന് ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റിട്ട് ധനലക്ഷ്മിയോട് പറയാണ്, അമ്മ പറയുന്നത് ഫുള്ളും തെറ്റാണ്. ക്രിഷ് സാറാണ് ഇവിടെ നായകൻ, വരുൺ ചേട്ടൻ ഇവിടെ ഒരു വില്ലനാണ്. നായികയെ രക്ഷിക്കുന്ന ആളാണ് നായകൻ. അങ്ങനെ വെച്ച് നോക്കുമ്പോൾ ക്രിഷ് സാറാണ് നായകൻ എന്ന് ഗോകുല് പറയുന്നുണ്ടെങ്കിലും ധനലക്ഷ്മി ഗോകുലിനോട് തർക്കിക്കുകയാണ്. എന്നിട്ട് ധനലക്ഷ്മി പറയാണ്, നീ ഈ പറയുന്ന നായകനുണ്ടല്ലോ, ഇന്ന് വരുണിനെ കാണാൻ പോയിരുന്നു, അവന്റെ കാലു പിടിച്ചു, അവൻ ബ്ലാങ്ക് ചെക്കും കൊടുത്തു, വരുൺ അത് കയറി കളഞ്ഞു. അത് മാത്രമല്ല വരുൺ എന്തായാലും കൃഷിന്റെ വീട്ടിൽ പോയിട്ട് കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ടുണ്ട്. നീ എന്തായാലും വരുണിന് തന്നെ കൺമണിയെ കിട്ടൂ എന്ന് ധനലക്ഷ്മി പറയുമ്പോൾ ഗോകുല് പറയാണ്, അങ്ങനെ പറയില്ലേ അമ്മേ, വരുൺ ചേട്ടനെ അപ്പയെ വിവാഹം കഴിച്ചു കൊടുക്കരുത്, അയാളൊരു സൈക്കോയും ദുഷ്ടനുമാണ് എന്നൊക്കെ പറയുന്നുണ്ട്. എന്നിട്ട് ഗോകുല് മനോജിനോട് പറയാണ്, അച്ഛനെങ്കിലും ഒന്ന് ഈ കല്യാണം നടത്താതിരിക്കാൻ ശ്രമിക്കേ, വരുൺ ചേട്ടന് അപ്പയെ കല്യാണം കഴിച്ചു കൊടുക്കരുത് എന്നൊക്കെ ഗോകുല് പറയുന്നുണ്ടെങ്കിലും ധനലക്ഷ്മി പറയാണ്, നീയൊന്നും മിണ്ടാതിരിക്കെ, നാളെ കല്യാണം നടക്കാൻ പോവുകയാണ്, നേരം വെളുക്കാറായി, നീയൊന്ന് വേഗം കിടന്നുറങ്ങിക്കേ എന്ന് പറഞ്ഞിട്ട് ഗോകുലിനോട് ഉറങ്ങാൻ പറയാണ്. അതിനുശേഷം ധനലക്ഷ്മി മനോജിനോട് പറയാണ്, മനോജേട്ടൻ എന്ത് ഇനിയും ആലോചിച്ച് നിൽക്കുന്നേ, നാളെ വിവാഹമാണ്, നേരം വെളുക്കാറായി, എനിക്ക് നല്ല ഉറക്കം വരുന്നുണ്ട്, ഞാൻ കിടന്നുറങ്ങാൻ പോവാ, മനോജേട്ടൻ വന്നേ ഉറങ്ങാമെന്ന് പറഞ്ഞിട്ട് ധനലക്ഷ്മി പോവാണ്. മനോജാണെങ്കിൽ ആകെ ധർമ്മസങ്കടത്തിൽ അങ്ങനെ നിൽക്കുകയാണ്. അതിനുശേഷം കൺമണിയെ കാണിക്കുകയാണ്. കൺമണിയാണെങ്കിൽ സങ്കടപ്പെട്ട് ഓരോന്ന് ആലോചിച്ചുകൊണ്ട് കിടക്കുകയാണ്. ആന്റിയമ്മയും മാനസിയും വിളിച്ച് കൺമണിയോട് ദേഷ്യപ്പെട്ടതും കൃഷും വരുണുമായിട്ട് സംസാരമുണ്ടായതും അതിനുശേഷം വരുൺ വന്ന് കൺമണിയോട് വിവാഹം നടന്നില്ലെങ്കിൽ നിന്റെ അച്ഛൻ അറ്റാക്ക് വന്ന് മരിച്ചു പോകും, നിങ്ങളെ ഞാൻ ഈ വീട്ടിൽ നിന്ന് പുറത്താക്കുമെന്നൊക്കെ പറഞ്ഞത് ഓർത്ത് സങ്കടപ്പെട്ടുകൊണ്ട് കിടക്കുകയാണ്. അപ്പോഴാണ് കൃഷ് അങ്ങോട്ടേക്ക് കൺമണിയെ കാണാൻ വേണ്ടി വരുന്നത്. കൃഷ് റൂമിൽ വന്നിട്ട് കൺമണി എന്ന് വിളിക്കുമ്പോൾ കൺമണി സന്തോഷത്തോടെ പെട്ടെന്ന് കൃഷ് സാർ എന്ന് വിളിച്ച് എഴുന്നേൽക്കുന്നുണ്ടെങ്കിലും പിന്നെ ഒരു നിമിഷം കൺമണി അവിടെ തന്നെ നിൽക്കുകയാണ്. കൃഷാണെങ്കിൽ വേഗം വന്ന് കൺമണിയെ തൊടുന്നുണ്ട്. അപ്പോൾ കൺമണി പറയാണ്, പ്ലീസ് സാർ, എന്നെ ഇനി തൊടരുത്, നാളെ എൻ്റെ വിവാഹമാണ് വേറൊരാളുമായിട്ട്, നാളെ ഞാൻ വേറൊരു പുരുഷന്റെ ഭാര്യയാവാൻ പോകുന്ന ആളാണ്, എൻ്റെ മനസ്സും ശരീരവും ഞാൻ അയാൾക്ക് കൊടുക്കുകയാണ്, അതുകൊണ്ട് ഇനി എന്നെ തൊടരുത് എന്ന് പറയുമ്പോൾ കൃഷ് കൺമണിയോട് ചോദിക്കുകയാണ്, കൺമണി നീ ഇതെന്തൊക്കെ വെട്ടിത്തരമാണ് പറയുന്നത്, നിന്നെ ഞാൻ ഒരാൾക്കും വിട്ടുകൊടുക്കില്ല എന്ന് പറയുമ്പോൾ കൺമണി പറയാണ്, സാർ എന്നെ വിട്ടുകൊടുത്തില്ലെങ്കിലും എനിക്ക് പോയേ പറ്റൂ എന്ന് കൺമണി പറയുമ്പോൾ കൃഷ് ചോദിക്കുകയാണ്, കൺമണി നീ എന്താ ഇങ്ങനെയൊക്കെ പറയുന്നേ, നമ്മൾ കണ്ട ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും പ്രതീക്ഷകളും അതെല്ലാം മറക്കുകയാണോ നീ എന്ന് ചോദിക്കുമ്പോൾ കൺമണി പറയാണ്, അതെല്ലാം ഞാൻ ഉറക്കത്തിൽ കണ്ട സ്വപ്നമാണെന്ന് കരുതിക്കോളാം സാർ, സത്യത്തിൽ എനിക്ക് ഇപ്പോഴാണ് യാഥാർത്ഥ്യം എന്തെന്ന് മനസ്സിലാവുന്നത് സാർ എന്ന് കൺമണി പറയാണ്. അപ്പോൾ കൃഷി പറയാണ്, കൺമണി നീ നിന്റെ വീട്ടുകാർക്കും നിന്റെ അച്ഛനും വേണ്ടിയിട്ട് നിന്റെ ജീവിതം ഇല്ലാതാക്കരുത്, ആ വരുൺ നിന്റെ ജീവിതത്തിലേക്ക് വന്നാൽ അവൻ നിന്നെ പിച്ച് ചീന്തും എന്നൊക്കെ പറയുമ്പോൾ കൺമണി പറയാണ്, സാർ ഇനി അങ്ങനെയൊന്നും വരുണിനെ കുറിച്ച് പറയരുത്, ഒന്നില്ലെങ്കിലും അയാൾ നാളെ എൻ്റെ ഭർത്താവാകാൻ പോകുന്ന ആളാണ്, സാറിൻ്റെ മനസ്സിൽ നിന്നും എന്നെ മായ്ച്ചു കളയണം, മാനസ മേഡത്തെ സന്തോഷത്തോടെ സാറ് കല്യാണം കഴിച്ച് ജീവിക്കണം, നിങ്ങൾ കുടുംബവും കുട്ടികളൊക്കെയുമായിട്ട് സന്തോഷത്തോടെ ജീവിക്കുന്നത് എനിക്ക് കാണണം സാർ, സാറിൻ്റെ ജീവിതത്തിലേക്ക് വന്ന ഒരു കോമാളി കഥാപാത്രമായിട്ട് സാറിനെ കണ്ടാൽ മതി, അതിൽ കൂടുതൽ ഒന്നും എനിക്ക് വേണ്ട സാർ, ആ സമയത്ത് വരുണിൻ്റെ ഭാര്യയായിട്ട് ഞാൻ എവിടെയെങ്കിലും ഉണ്ടാവും, ഞാൻ ശരിക്കും ഇപ്പോൾ സാറിനെ മറക്കാൻ ശ്രമിക്കുകയാണ് എന്നൊക്കെ പറയുമ്പോൾ കൃഷിന് വളരെ സങ്കടമാവുന്നുണ്ട്. കൺമണിയും സങ്കടപ്പെട്ടുകൊണ്ടാണ് ഇതൊക്കെ പറയുന്നത്. അപ്പോൾ കൃഷി കൺമണിയോട് ചോദിക്കുകയാണ്, കൺമണി നിനക്ക് എന്നെ മറക്കാൻ പറ്റുമോ എന്ന് ചോദിക്കുമ്പോൾ കൺമണി പറയാണ്, മറക്കാൻ പറ്റുമോ എന്ന് എനിക്കറിയില്ല, പക്ഷേ മറന്നേ പറ്റൂ എന്ന് കൺമണി പറയുകയാണ്. അപ്പോൾ കൃഷി വീണ്ടും ചോദിക്കുകയാണ് കൺമണിയോട്, കൺമണി ഞാനില്ലാതെ നിനക്ക് ജീവിക്കാൻ പറ്റൂ എന്ന് ചോദിക്കുമ്പോൾ കൺമണി പറയാണ്, ജീവിച്ചല്ലേ പറ്റൂ സാർ, സാർ ഇനി ഓരോന്ന് പറഞ്ഞിട്ട് എൻ്റെ മനസ്സ് തളർത്തി കളയരുത്, പിരിയാൻ വേണ്ടി കണ്ടുമുട്ടിയവരാണ് നമ്മൾ ഈ രണ്ടുപേരും എന്ന് കൺമണി പറയാണ്. അപ്പോൾ കൃഷി പറയുന്നുണ്ട്, നമ്മൾ ഒരിക്കലും പിരിയില്ല കൺമണി, അങ്ങനെ ഉണ്ടാവില്ല എന്ന് പറയുമ്പോൾ കൺമണി പറയും
പറയാണ് എന്തായാലും പിരിഞ്ഞേ പറ്റൂ സാർ, നാളെ എൻ്റെ വിവാഹമാണ് സാർ, സാർ ഇപ്പോൾ പോവണം എന്ന് കൺമണി പറയുമ്പോൾ കൃഷ് പറയാണ് ഇല്ല കൺമണി, ഞാൻ പോവില്ല, എനിക്ക് നിന്നെ വേണം, നീ എൻ്റെ കൺമണിയാണ്, എൻ്റെ കൃഷ്ണമണിയാണ് നീയെന്ന് കൃഷ് കൺമണിയുടെ കവിളിൽ പിടിച്ചുകൊണ്ട് പറയുമ്പോൾ കൺമണി കൃഷിനോട് പറയാണ് ഈ കൃഷ്ണമണിയുടെ വെളിച്ചം നഷ്ടപ്പെട്ടു സാർ, ഇനി അതിനൊരു വെളിച്ചം ഉണ്ടാവില്ല, കുറച്ച് സമയം കൂടിയേ ഉള്ളൂ ഇനി നേരം വെളുക്കാൻ, എനിക്ക് കല്യാണ പെണ്ണായിട്ട് ഒരുങ്ങണം, സാറിപ്പോൾ എന്തായാലും ഇവിടുന്ന് പോവണമെന്ന് കൺമണി കൃഷിനോട് പറയുകയാണ്. അതിനുശേഷം രണ്ടുപേരും സങ്കടപ്പെട്ടുകൊണ്ട് നിൽക്കുകയാണ്. ഇതോടുകൂടിയാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്.